കോമഡി അല്ല, ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. ഹാഫിസ് കുഴപ്പമില്ല, കൊള്ളാം. ഇപ്പോഴത്തെ പുതിയ മൂവീസ് എല്ലാം മേക്കിങ്ങിലാണ് മൂവി നിൽക്കുന്നത്. പക്ഷേ ഇത് മേക്കിങ്ങിലല്ലേ മൂവി നിൽക്കുന്നത്, കഥയിലാണ്. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരു 2 മണിക്കൂർ കൊണ്ട് സമാധാനത്തിലേക്ക് തിരിച്ചെത്തൂലല്ലോ. ഓക്കെയാണ്, നല്ല പടം നന്നായിരിക്കണം. കോമഡി അല്ല, ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ പറയാം. സൽമാ താത്ത, മഞ്ജു ചേച്ചി നല്ലോണം ഇതായിട്ടുണ്ട് കേട്ടോ. സിനിമയും കാണുന്ന ആളാണ്. ഇതിൽ പ്രത്യേകിച്ച് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമയിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടായിരുന്നു അഭിപ്രായ ജനങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്തു. നല്ല പ്രത്യേക രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നല്ല സിനിമയാണ്, നല്ല സൂപ്പറാണ്. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവാണ്, നല്ല സ്റ്റോറിയാണ്, എൻ്റർടൈൻമെൻറ്റുമാണ്, കുറച്ച് സെൻറ്റിമെൻറ്റ്സൊക്കെ ഉള്ളതാണ്. സൂപ്പറാണ് സിനിമ. ദിലീപേട്ട ഒരു തിരിച്ചുവരവ് തന്നെയാണ്. നമ്മുടെ പഴയ കാലം കുറച്ചൊക്കെ ഓർമ്മിക്കാൻ പറ്റും. അടിപൊളി പടം. ആയാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓവറല്ലേ, പിന്നെ ആ കഥാപാത്രത്തിന് ഓവർ വേണമല്ലോ, അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതാണ് പറഞ്ഞത്. മൂവി കുഴപ്പമൊന്നുമില്ല, നല്ല മൂവിയാണ്. പക്ഷേ ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം ബാക്കിലാണെങ്കിൽ നമുക്ക് ഈ മൂവി ഓക്കെയാണ്. സ്റ്റോറി എന്ന് പറയുന്നത് സ്റ്റോറി ബേസ്ഡ് സിനിമയാണ്, പക്ഷേ മേക്കിംഗ് മൂവി അല്ല. ഇപ്പോൾ ലിസൺ സ്റ്റീവൻ്റെ ഒരു സിനിമയാണ്, നമ്മൾ ആ പ്രതീക്ഷയിലാണ്. ദിലീപിൻ്റെ മൂവി അടുത്ത കാലങ്ങളിലായിട്ടെല്ലാം തന്നെ മൂവിയൊക്കെ ബെറ്ററാണ്. പക്ഷേ ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം ബാക്കിലാണെങ്കിൽ പക്കയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ മൂവീസ് എല്ലാം മേക്കിങ്ങിലാണ് മൂവി നിൽക്കുന്നത്. പക്ഷേ ഇത് മേക്കിങ്ങിലല്ലേ മൂവി നിൽക്കുന്നത്, കഥയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കഥ, അതായത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്ക് ഇരച്ച് കയറുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സന്ദേശമാണ് തരുന്നത്. സ്റ്റോറിയൊക്കെ ബേസ്ഡ് ഓക്കെയാണ്. പക്ഷേ ഒരു പ്രശ്നം ഇതാണ്, മേക്കിംഗ് മൂവിയല്ല, സ്റ്റോറി ബേസ്ഡിലാണ്. ദിലീപ് നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്തെ കുട്ടികൾക്ക് ഈ സിനിമ എത്രത്തോളം അക്സെപ്റ്റബിൾ ആകുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. ദിലീപേട്ടൻ നല്ല ആക്ഷൻ, കോമഡി. മൂവി ആവറേജ് ആണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് കുറച്ച് ഇമോഷണൽ കണക്ഷൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫൈനലി ഒക്കെ കുറച്ച് ഇമോഷണലി നല്ല കണക്റ്റഡ് ആണ്. പിന്നെ ദിലീപിൻ്റെ ആ പഴയൊരു ജോണറി തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടത് കോസ്റ്റ്യൂം ഡിസൈനിങ്. ദിലീപിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് വളരെ നന്നായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. പാട്ടുകളും കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല, ഭയങ്കര ബോറാണ്. ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിപ്പോകാനാണ് എല്ലാവരുടെയും ഇതെങ്കിൽ ഒന്നുമില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യലി റെലവൻ്റ് ആയൊരു ടോപ്പിക്ക്. ദിലീപിൻ്റെ മൂവി എന്ന് വന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ബട്ട് ഓവറോൾ ത്രെഡ് ഈസ് ഗുഡ്, അത്രേ ഉള്ളൂ. കോമഡി ചളുവാണ്, ഒന്നും പറയാനില്ല കോമഡിയെ പറ്റി. കോമഡി ചിലത് കൊള്ളാം, അത്രയേ ഉള്ളൂ. പിന്നെ അതന്നെ ഞാൻ പറഞ്ഞത്, പഴയ അതേ കോമഡി പുതിയ ഓഡിയൻസിൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ അതേസമയം ഇപ്പോൾ എൻ്റെ അമ്മയെ ആ ഒരു റേഞ്ചിലുള്ളവരും പണ്ട് ദിലീപിന് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവരും വന്നു കഴിഞ്ഞാൽ ഈ കോമഡി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൈ ബോസിലെ കോമഡിയായിട്ട് റെഫറൻസ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്തിരുന്നവർ. സോ ദാറ്റ് വാസ് ഗുഡ്. അതർവൈസ് എനിക്ക് കോമഡി ആയാലും അത്ര പോരാ. പാട്ട് ഇപ്പോൾ ഉദിത് നാരായണനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. സീനുകളൊന്നും ചിത്രീകരണമൊന്നും എനിക്ക് വലിയൊരു എനിക്ക് തോന്നുന്നു ഞാൻ തുടരും കഴിഞ്ഞിട്ടല്ലേ ഡയറക്റ്റ് ഇതിലേക്ക് പോകുമ്പോൾ സ്വിച്ച് ഓവർ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഒരു ദിലീപിൻ്റെ മൂവി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് കാണാം അറിയാവുന്നുണ്ടോന്നല്ലോ, വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും. കൊള്ളാം, നല്ല കോമഡി കുഴപ്പമില്ല, എങ്കിലും അത്യാവശ്യം ചിരിക്കുന്നുള്ള കോമഡിയാണ്. ഇല്ല, ഈ സിനിമ കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോമഡി സിനിമ തന്നെ, അത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമറിലൂടെ അത് കൈകാര്യം ചെയ്ത് പോയെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ കറൻ്റ്ലി നമുക്ക് കുറച്ചുകൂടി അവയർനെസ് വേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഒരുപാട് പേര് ഇത് പറഞ്ഞെങ്കിലും ഇത്രയും നന്നായിട്ട് രസകരമായ രീതിയിലാരും പറഞ്ഞിട്ടില്ല. ഒരു ഇതിൻ്റെ ഇടയിലുള്ള ഒരു സത്യം എന്തുകൊണ്ട് ഇങ്ങനെ അവർ ചെയ്യുന്നു എന്നുള്ളൊരു റിയാലിറ്റി അതിൽ കാണിക്കുന്നുണ്ട്. സിനിമ ആയതുകൊണ്ട് മാത്രം നമ്മൾ ക്ലൈമാക്സ് ഒരു സമാധാനത്തിൽ പോകും. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരു 2 മണിക്കൂർ കൊണ്ട് സമാധാനത്തിലേക്ക് തിരിച്ചെത്തൂലല്ലോ. അപ്പോൾ അതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നല്ല സിനിമയാണ്. അതായത് ദിലീപിൻ്റെ സ്ഥിരം ആ ഒരു കോമഡിയും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉള്ളതാണ്. പക്ഷെ നന്നായിട്ടുണ്ട്. ദിലീപിൻ്റെ തിരിച്ചുവരവ് കുറച്ചും കൂടെ പ്രതീക്ഷിച്ചു, എന്നാലും നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്. കോമഡിയൊക്കെ സ്റ്റാൻഡേർഡ് കോമഡിയാണ്. എന്നാൽ വലിയ ആർത്തട്ടഹസ്റ്റ് പഴയ ആ ഒരു ദിലീപിൻ്റെ കോമഡിയൊന്നും ഇതിലില്ല. കൊള്ളാം, അത്ര നല്ല. ബിന്ദു പണിക്കരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു പിള്ള അവരുടെയൊക്കെ അഭിനയമൊക്കെ സൂപ്പറാണ്. പിന്നെ സ്ഥിരം ഒരു ക്രൂ ഉണ്ടല്ലോ ദിലീപിൻ്റെ, അതെല്ലാം ഇതിലും ഉണ്ടെന്നുള്ളതാണ്. കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. മീൻസ് നമുക്ക് ഒരുപാട് സന്തോഷം. പഴയ ആ ഒരു സിനിമയുടെ ആ ഒരു ഫീലിംഗ് ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് നല്ല സിനിമയാണ്, നന്നായിട്ടുണ്ട്.